ശ്രദ്ധിച്ച് കേട്ടോണം. 4 ഘട്ടങ്ങളാണ്. 4ാമത്തെ ഘട്ടം വരെ അറിഞ്ഞ് നമ്മളിനിപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മുടെ തലയിൽ ഇത്തരം ഒരു ചിന്ത വരരുത്. ആ രീതിയിൽ നമ്മുടെ തലയിലേക്ക് ഇൻഫർമേഷൻ കയറ്റിക്കോണം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തലച്ചോറിനെ എങ്ങനെ തകരാറിലാക്കുന്നു എന്ന് താഴെ നൽകുന്നു. ആദ്യഘട്ടം, ലഹരി വസ്തുക്കൾ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റുന്നു. ഇത് സന്തോഷം, ഉന്മേഷം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ തലച്ചോറിന്റെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ ന്യൂറോണുകളെ നശിപ്പിക്കുന്നു. 2ാം ഘട്ടം, ലഹരി വസ്തുക്കൾ തലച്ചോറിന്റെ ഓർമ്മശക്തി, ശ്രദ്ധ, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ ബാധിക്കുന്നു. ഇത് പഠന വൈകല്യങ്ങൾ, ഓർമ്മക്കുറവ്, മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. കൂടാതെ തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇത് പക്ഷാഘാതത്തിനും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. 3ാം ഘട്ടം, ലഹരി വസ്തുക്കൾ തലച്ചോറിലെ ഡോപാമിൻ എന്ന രാസവസ്തുവിന്റെ അളവിനെ മാറ്റുന്നു. ഇത് അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അടിമത്തം തലച്ചോറിനെ കൂടുതൽ നശിപ്പിക്കുകയും മാനസിക നിലയെ തകർക്കുകയും ചെയ്യുന്നു. തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നതിനാൽ മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികമാണ്. അവസാന ഘട്ടം, ഈ ഘട്ടത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകുന്നു. മാനസിക രോഗങ്ങൾ മൂർച്ഛിച്ച് ഭ്രാന്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നിലച്ച് മരണം വരെ സംഭവിക്കാം. ലഹരി ഉപയോഗം തലച്ചോറിനെ നശിപ്പിക്കുകയും ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാതിരിക്കുക. ഇത് ഒരു നിത്യോപയോഗ സാധനം പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. ഇത് ഓർത്തോർത്തോർത്ത് നമ്മുടെ തലയിൽ, നമ്മുടെ ഒരു ഘട്ടത്തിലും നമ്മുടെ തലയിലേക്ക് ഇത്തരം ചിന്തകൾ വരാണ്ടിരിക്കട്ടെ. അതിനെ തടയാനുള്ള ആ പ്രതിരോധ മാർഗം നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഒരു പടച്ചട്ട പണിത് അതിൽ കടുക്കാത്ത രീതിയിൽ നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. സോ ഇത് തലയിൽ സൂക്ഷിക്കുക. ഈ പറഞ്ഞത് മാത്രമല്ല, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക.